ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ന് ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും മാതൃകാപരമായ വളർച്ച രേഖപ്പെടുത്തിയ ഒരു രാജ്യം പെട്ടെന്നൊരു ദിവസം തൻ്റെ പഴയ ശത്രുവിനെ കെട്ടിപ്പുണരാൻ തീരുമാനിച്ചാൽ അത് ലോകം കൗതുകത്തോടെയും ഒപ്പം ആശങ്കയോടെയും നോക്കിക്കാണും. പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിൻ്റെ നയതന്ത്രപരമായ പുതിയ അടുപ്പം വെറുമൊരു വിദേശ നയമാറ്റമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അസ്തിത്വത്തെയും ബാധിച്ചേക്കാവുന്ന വലിയൊരു ചൂതാട്ടമാണ്. ദശാബ്ദങ്ങളായി സാമ്പത്തിക ഭദ്രതയിലും മതേതര മൂല്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളർന്ന ഒരു രാജ്യം അസ്ഥിരതയുടെ പര്യായമായ പാകിസ്ഥാനുമായി കൈകോർക്കുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത സമാധാനമാണോ എന്ന ചോദ്യം ഉയരുന്നു. ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രം രൂപീകൃതമായത് 1971 നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൂടെയാണ്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യകളിലൊന്നിന് സാക്ഷ്യം വഹിച്ചാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ആയിരക്കണക്കിന് സ്ത്രീകളുടെ അന്തസ്സും ബലികൊടുത്താണ് അന്നത്തെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കിരാത ഭരണത്തിൽ നിന്ന് ബംഗാളി ജനത മോചനം നേടിയത്. ഈ ചരിത്ര പശ്ചാത്തലത്തെ മറന്നുകൊണ്ടുള്ള ഏതൊരു ചർച്ചയും ബംഗ്ലാദേശിന്റെ ആത്മാവിനെ മുറിപ്പെടുത്താവുന്നതാണ്. ഇന്ന് പാകിസ്ഥാനുമായി അനാവശ്യമായ ധൃതിയിൽ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചരിത്രപരമായ പോരാട്ടത്തെയും രക്തസാക്ഷികളെയും അവഗണിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. കുറ്റവാളികളിൽ നിന്ന് നിരുപാധികമായ മാപ്പ് അപേക്ഷ പോലും ആവശ്യപ്പെടാതെ പാകിസ്ഥാൻ നടത്തിയ ക്രൂരതകളെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിനകത്ത് വലിയ ധാർമ്മിക ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്ന ഇത്തരം നീക്കങ്ങൾ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെയാണ് ഇളക്കുന്നത്. നയതന്ത്ര ലോകത്ത് ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യവുമായി ബന്ധം സ്ഥാപിക്കുന്നത് സ്വന്തം നേട്ടങ്ങൾ മുൻനിർത്തിയാണ്. എന്നാൽ പാകിസ്ഥാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ നൽകുന്ന ചിത്രം സാമ്പത്തിക തകർച്ചയുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും തീവ്രവാദ ഭീഷണികളുടെയുമാണ്. സ്വന്തം അതിർത്തികൾക്കുള്ളിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത കടക്കണിയിൽ മുങ്ങിയ ഒരു രാജ്യത്തെ പങ്കാളിയായി തെരഞ്ഞെടുക്കുന്നത് വഴി ബംഗ്ലാദേശ് എന്ത് നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് എന്നത് അജ്ഞാതമാണ്. പാകിസ്ഥാനുമായി അടുക്കുന്നതിലൂടെ അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയും തീവ്രവാദ പ്രവണതകളും ബംഗ്ലാദേശിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും പാകിസ്ഥാൻ തുടരുന്ന നിഴൽ യുദ്ധ തന്ത്രങ്ങൾ ബംഗ്ലാദേശിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ. വികസനത്തിലേക്കും ജനാധിപത്യത്തിലേക്കും കുതിക്കുന്ന ഒരു രാജ്യം പ്രതിസന്ധികളിൽ ഉഴലുന്ന പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് വഴി സ്വയം കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഭരണകൂടം നിലവിൽ സ്വീകരിക്കുന്ന നിലപാട് 1971 അതിക്രമങ്ങളെക്കുറിച്ചുള്ള ദുരൂഹമായ മൗനമാണ്. ഒരു ജനതയുടെ വേദനയെയും പോരാട്ടത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാറ്റി നിർത്തുന്നത് രാജ്യസ്നേഹത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. പാകിസ്ഥാൻ സൈന്യം നടത്തിയ വംശഹത്യയുടെ പാടുകൾ ഇന്നും ഓരോ ബംഗാളി കുടുംബത്തിലുമുണ്ട്. ആ വേദനകളെ മാനിക്കാതെ ഭൂതകാലത്തെ കുഴിച്ചുമൂടാനുള്ള നീക്കം ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുകയേ ഉള്ളൂ. ചരിത്രത്തെ നിഷേധിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നത് രാജ്യത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കും. ഒരു രാജ്യത്തിന്റെ കരുത്ത് അതിന്റെ ചരിത്ര ബോധത്തിലാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്രൂരതകളെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു നടപടിയും ബംഗ്ലാദേശിന്റെ വിമോചന മൂല്യങ്ങളെ ഒറ്റിക്കൊടുക്കലാണ്. രാഷ്ട്രീയമായ താൽക്കാലിക നേട്ടങ്ങൾക്കായി ദേശീയ അഭിമാനത്തെ പണയപ്പെടുത്തുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി തീവ്രവാദത്തെയും മൗലികവാദത്തെയും അടിച്ചമർത്തുന്നതിൽ ബംഗ്ലാദേശ് വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ച ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അവിടെ നിലനിന്നിരുന്ന സുസ്ഥിരമായ സുരക്ഷാ സാഹചര്യവും പ്രശംസിക്കപ്പെട്ടു. എന്നാൽ പാകിസ്ഥാനുമായുള്ള പുതിയ കൂട്ടുകെട്ട് ഈ നേട്ടങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ബംഗ്ലാദേശിലെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവരാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദുമായുള്ള ബന്ധം ഊഷ്മളമാക്കുമ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശിൽ വീണ്ടും വേരോട്ടം ലഭിച്ചേക്കാം. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ എന്നതിലുപരി പാകിസ്ഥാന്റെ സുരക്ഷാ നയങ്ങൾ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നത് അപകടകരമായ സൂചനയാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രങ്ങളിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ബംഗ്ലാദേശിനെ വലിച്ചിഴക്കുന്നത് വഴി രാജ്യത്തിന്റെ സ്വതന്ത്ര വിദേശ നയത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. ബംഗ്ലാദേശിന്റെ കരുത്ത് അതിന്റെ ജനതയും ഉൽപാദന മേഖലയുമാണ്. വസ്ത്രനിർമ്മാണ രംഗത്തും കയറ്റുമതിയിലും ലോകശക്തിയായി വളരാൻ ബംഗ്ലാദേശിന് സാധിച്ചു. എന്നാൽ പാകിസ്ഥാനുമായുള്ള അനാവശ്യ സഖ്യം ആഗോളതലത്തിൽ ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര നിക്ഷേപകർ ഒരു രാജ്യത്തെ തെരഞ്ഞെടുക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിരത കൂടി കണക്കിലാക്കിയാണ്. പാകിസ്ഥാനെ പോലെ അസ്ഥിരമായ ഒരു രാജ്യത്തിന്റെ നിഴലായി മാറുന്ന ബംഗ്ലാദേശിനെ ലോകം സംശയത്തോടെ വീക്ഷിക്കും. ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമ്പത്തിക പരിഷ്കാരങ്ങളിലുമാണ്. അതിനു പകരം പ്രാദേശിക രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളിയിൽ ഭാഗമാകുന്നത് വികസന മുരടിപ്പിന് കാരണമാകും. പാകിസ്ഥാൻ ഇപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും കടലാസ് പുലികൾ മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ധാക്ക കാണിക്കേണ്ടതുണ്ട്.
ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഇന്ന് നേരിടുന്നത് ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ മറന്ന് പഴയ ശത്രുവിനെ ചേർത്ത് പിടിക്കുന്നത് വഴി രാജ്യം വലിയൊരു അപകടത്തിലേക്കാണ് നടന്നു കയറുന്നത്. വികസനത്തിന്റെ പാതയിൽ നിന്നും മാറി അശാന്തിയുടെയും അനിശ്ചിതത്വത്തിന്റെയും വഴിയിലേക്ക് രാജ്യം തിരിയരുത്. വിമോചന സമരത്തിന്റെ സ്പിരിറ്റും രക്തസാക്ഷികളുടെ ത്യാഗവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയൂ. പാകിസ്ഥാനുമായുള്ള ഈ അപകടകരമായ ആലിംഗനം ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും സമാധാനപരമായ സഹവർത്തിത്വം നിലനിർത്താനുമാണ് ബംഗ്ലാദേശ് ശ്രമിക്കേണ്ടത്. രാജ്യത്തിൻ്റെ അഭിമാനവും സുരക്ഷയും പണയപ്പെടുത്തുന്ന ഏതൊരു നയതന്ത്ര നീക്കത്തെയും തിരുത്തിക്കൊണ്ട് ഭാവി തലമുറയ്ക്കായി സുരക്ഷിതമായ ഒരു ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കേണ്ടത് ഇന്നത്തെ അനിവാര്യതയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.